തരംഗം തെളിഞ്ഞോ എന്നാണ് ചോദ്യം. തരംഗം തെളിഞ്ഞിട്ടില്ല എന്നതാണ് എൻ്റെ ടേക്ക്. 4 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഒരു തരംഗം വിസിബിൾ ആയിട്ടുണ്ടാകണമായിരുന്നെങ്കിൽ SIR ശേഷം ഇത്ര വോട്ട് വർദ്ധിച്ചാൽ പോരായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ടേക്ക്. എന്തുകൊണ്ടെന്നാൽ 2021 2,75,03,768 പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഇക്കുറി രേഖപ്പെടുത്തിയത് SIR റിവിഷന് ശേഷം അഥവാ വോട്ട് രേഖപ്പെടുത്താനായിട്ട് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് 2,71,00,000 എന്ന് പറഞ്ഞാൽ 3.6 ലക്ഷം വോട്ടർമാരുടെ കുറവ് 2021, അതായത് 5 വർഷങ്ങൾക്ക് മുമ്പുള്ള നമ്മളുടെ വോട്ടർ പട്ടികയിൽ തന്നെയുണ്ട്. അപ്പോൾ ഈ കുറവ് എവിടെ വരുന്നത്? നേരത്തെ മാധു വിശദീകരിച്ചതുപോലെ ഈ വോട്ടർ പട്ടികയിൽ ഒഴിവാക്കപ്പെട്ടവർ യഥാർത്ഥത്തിൽ പെർസെൻറ്റേജ് കൂട്ടും. എങ്ങനെയാണ് പെർസെൻറ്റേജ് കൂട്ടുക? മരിച്ചവരുടേത് അല്ലെങ്കിൽ പ്രവാസികളായിട്ടുള്ളവരുടേത്, ഇവരുടെയൊക്കെ വോട്ടർമാർ ലിസ്റ്റിൽ പേരില്ലെങ്കിൽ വോട്ട് ചെയ്യുന്നവരുടെ എണ്ണമാണ് അതിൽ കൂടുതലും ഉണ്ടാവാൻ സാധ്യത. പ്രോബബിലിറ്റി കൂടുതലാണ്. തീർന്നില്ല. 2021 ശേഷം വന്ന കന്നി വോട്ടർമാരുണ്ടല്ലോ, അവരൊരു 4-5 ലക്ഷം ആൾക്കാരുണ്ടാവും. ആ വോട്ടർമാരും കൂടി ഇതിനകത്തേക്ക് കൂട്ടിച്ചേരണം എന്ന് പറഞ്ഞാൽ 2021 അപേക്ഷിച്ച് ഏകദേശം 7 ലക്ഷം 8 ലക്ഷം വോട്ടർമാരുടെ കുറവ് 2026 വോട്ടർ പട്ടികയിലുണ്ട്. എന്ന് വെച്ചാൽ ഏകദേശം ഒരു 2-2.5% സ്വാഭാവികമായ വർധനവ് എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ടാകണം എന്നുള്ളതാണ്. എത്രയാണ് 2021 കണക്ക്? 76% എന്ന് പറഞ്ഞാൽ SIR നിലനിൽക്കെ കഴിഞ്ഞ തവണത്തെ എത്ര പോളിംഗ് പെർസെൻറ്റേജ് നിലനിർത്തണമെങ്കിൽ 79% നിശ്ചയമായും കിട്ടിയിരിക്കണം. 79% ആവണം. ഇപ്പോൾ എത്രയാണ് വർധന ഉണ്ടായിരിക്കുന്നത്? കഷ്ടിച്ച് 80% തൊട്ട് പുറത്താണ് ഉണ്ടായിരിക്കുന്നത്. 85 വയസ്സിന് മുകളിൽ വീട്ടിൽ പോയി വോട്ട് ചെയ്തവരുടെ ഉണ്ട്. വീട്ടിലെ വോട്ട് ഇതിനകത്ത് വരും. അതേപോലെ പട്ടാളത്തിൽ ജോലി ചെയ്തവരുടെ സർവീസ് വോട്ടുകൾ ഇതിനകത്ത് വരും. ഈ വോട്ടുകൾ പോസ്റ്റൽ ബാലറ്റുകൾ ഇതിൽ വരും. ഈ ബാലറ്റുകളെല്ലാം കൂടി വരുമ്പോൾ ഒരു പക്ഷേ 80 ആയിരിക്കും. അപ്പോൾ 1%-യോ 1.5%-യോ വർധനമാണ് ഉണ്ടാകുന്നതെങ്കിൽ അതൊരു ട്രെൻഡോ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു തരംഗമോ അല്ല. കാരണം 2016 2.27% വർധനമാണ് പോളിംഗിൽ ഉണ്ടായത്. അന്ന് 77.53% 2016 77.53%. അതും ഇതുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കിക്കഴിഞ്ഞാൽ വളരെ നിസ്സാരമായ വ്യത്യാസമേ ഉള്ളൂ. 2016 അപേക്ഷിച്ച് നോക്കിയാൽ 2021 അപേക്ഷിച്ച് നോക്കുമ്പോഴാണ് ഇതിൽ 1-2% വർധനം ഉണ്ടാകുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ അന്ന് 2.27% 2016 പോളിംഗ് കൂടിയപ്പോൾ പഴയ ട്രെൻഡ് അനുസരിച്ചാണെങ്കിൽ നമ്മൾ പറയണം UDF-നാണ്. പക്ഷേ ട്രെൻഡ് അനുകൂലമായി വന്നതാർക്കാ? LDF-നാണ്. അന്ന് 91 സീറ്റുമായിട്ട് LDF അധികാരത്തിൽ വരുന്നു. അതിനുശേഷം പോളിംഗ് കുറഞ്ഞു. ഏകദേശം 1.53% 2021 പോളിംഗ് കുറഞ്ഞപ്പോൾ അത് എത്രയാണ് സംഭവിച്ചത്? അപ്പോഴും അതേ തരംഗമല്ല, അതിനേക്കാൾ തരംഗത്തോടു കൂടി പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നത് കണ്ടു. അതുകൊണ്ട് ഈ 1-2% മാത്രം വർധനവോ കുറവോ കൊണ്ട് ഒരു തരംഗം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യുക സാധ്യമല്ല. ദാറ്റ് ഈസ് നമ്പർ 1. അതുകൊണ്ട് ഒരു ട്രെൻഡ് ഇതിൽ നിന്ന് വിസിബിൾ അല്ല. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ചില മണ്ഡലങ്ങൾ, നമ്മൾ മലപ്പുറം ആണെങ്കിലും കോഴിക്കോടാണെങ്കിലും എടുത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ അല്പ വർധനയുണ്ടായിട്ടുണ്ട്. 3%, 4%-യൊക്കെ വർധനമുണ്ടാവും. അത് വളരെ സ്വാഭാവികമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ മണ്ഡലങ്ങളിൽ വലിയ രീതിയിലുള്ള 2 പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന്, മൈനോറിറ്റി വോട്ട് കൺസോളിഡേഷൻ. UDF-ന് അനുകൂലമായിട്ട് കേഡർ പാർട്ടികൾ, പ്രത്യേകിച്ച് ലീഗ്, വളരെ കൃത്യമായി അവരുടെ വോട്ട് അവരുടെ പോളിംഗ് ബൂത്തിൽ എത്തിക്കാൻ ശ്രമം നടത്തി. SIR-ന്റെ ഭാഗമായിട്ടുണ്ടായ അവസാനത്തെ ചെത്തിമിനിക്കലുകളിൽ കേഡർ പാർട്ടികൾക്ക് നിർണായകമായ സ്വാധീനം ലഭിച്ചിട്ടുണ്ട്. അതായത് ഈ വോട്ടിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരെ കൃത്യമായ ഹിയറിംഗ് നടത്തി അവരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടി കേഡർ പാർട്ടികൾ നടത്തിയ ശ്രമം വിജയിച്ചു എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, വോട്ടർമാർ എന്ന കാറ്റഗറിയിൽ വരും. നിങ്ങൾ വോട്ട് ചെയ്യാൻ പോയില്ലെങ്കിൽ നിങ്ങൾ ഭാവിയിൽ പൗരത്വ പട്ടികയിൽ നിന്ന് പുറത്താവും നിങ്ങൾ എന്ന് മറ്റിലുള്ള ചില പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രചരണങ്ങൾ അടിസ്ഥാനത്തിൽ ഇക്കുറി വോട്ടിടാൻ വന്നത് പൗരത്വ പട്ടികയിൽ നിന്ന് പുറത്താകാതിരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പോൾ പൗരനല്ലാതായി തീരുമോ എന്നുള്ളൊരു ആശങ്ക അവരുണ്ടായി. വോട്ടറായി തീരും എന്ന മട്ടിലുള്ള വലിയ പ്രചരണങ്ങൾ നമ്മൾ കണ്ടു. ആ പ്രചരണവും ഈ മൈനോറിറ്റി വോട്ടുകൾ കൂട്ടാൻ കാരണമായിട്ടുണ്ട്. ആ മൈനോറിറ്റി വോട്ടുകൾ നിശ്ചിത ശതമാനം UDF-ന് ഗുണകരമായി തീരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ UDF ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെച്ചിരിക്കുന്നതും മൈനോറിറ്റി വോട്ടുകളുടെ കൺസോളിഡേഷനിലാണ്. ദാറ്റ് ഈസ് പോയിന്റ് നമ്പർ 2. എന്നാൽ മലപ്പുറത്തോ കോഴിക്കോട്ടോ അത്രമേൽ വർധന ഉണ്ടായിട്ടില്ല. ഇപ്പോൾ 3%-ഓ 4%-ഓ വർധന ഉണ്ടാവുന്നതിന് പകരം 1-1.5-2% വർധനവ് മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. അത്ര മതിയോ എന്നുള്ളതാണ്. ഇവിടെ സാധാരണ മലപ്പുറത്തൊക്കെ ഈ ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ വഴി ആളുകളെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിപ്പിക്കുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. ഇത്തവണ അത് നടന്നില്ല. കാരണം
അവിടെ പശ്ചിമേഷ്യയിൽ സംഘർഷം നിലനിൽക്കുന്നത് കൊണ്ട് ഒരു ടിക്കറ്റിന് 60,000 70,000 രൂപ കൊടുത്ത് വോട്ടർമാരെ കൊണ്ടുവരിക സാധ്യമല്ല. ഏകദേശം 1000-1200 വോട്ടർമാരെ ചില മണ്ഡലങ്ങളിൽ ചാർട്ടേഡ് ഫ്ലൈറ്റ് ഉപയോഗിച്ച് പ്രവാസി വോട്ടർമാരെ കൊണ്ടുവരുന്നൊരു രീതി ഇക്കുറി ഉണ്ടായിരുന്നു. അത് ഇക്കുറി നടന്നിട്ടില്ല എന്നുള്ളതാണ് വടക്കൻ മേഖലകളിൽ നിന്ന് ലഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിവരം. ഇനി മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ത്രികോണ മത്സരം നടന്ന ചില മണ്ഡലങ്ങളുണ്ട്. അവിടെ കാര്യമായ വർധന ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള മണ്ഡലങ്ങളെ അപേക്ഷിച്ച് അവിടെ മത്സരം കനത്തതാണ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താ കൃത്യമായും കേഡർ വോട്ടുകളെ അവിടെ വോട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ പാലക്കാട് നോക്കൂ, പാലക്കാട് ജില്ലയിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന പാലക്കാടാ. പക്ഷേ അത് മതിയോ എന്നുള്ളതാണ് ചോദ്യം. ശക്തമായ ത്രികോണ മത്സരം നിലനിൽക്കുന്ന പാലക്കാട് എനിക്കൊന്ന് 1.5% വർധനവേ ഉണ്ടായിട്ടുള്ളൂ. 82% ഇപ്പോൾ കാണിക്കുന്നുള്ളൂ. കാട്ടാക്കടയിൽ ശക്തമായ ത്രികോണ മത്സരം നിലനിൽക്കുന്നുണ്ട്. അവിടെ ബൈജു ശക്തമായി പോരാടുന്നുണ്ട്. അവിടെയും 80% മുകളിൽ. തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയ 2 മണ്ഡലങ്ങൾ ഒന്ന് കാട്ടാക്കടയും നേമവുമാണ്. ശക്തമായ ത്രികോണ മത്സരം നിൽക്കുന്ന 2 മണ്ഡലങ്ങളാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട മണ്ഡലം കാസർഗോഡ് മഞ്ചേശ്വരമാണ്. മഞ്ചേശ്വരത്തും ഇതേപോലെ കനത്ത പോളിംഗ് ഉണ്ട്. അതും ഏകദേശം 80% അടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ത്രികോണ മത്സരങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങളിൽ വോട്ട് വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതും വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. ഇത്രയും നിരീക്ഷണങ്ങളെ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റൂ. ഇതുകൊണ്ട് ഏതെങ്കിലും ട്രെൻഡ് വിസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. നേരത്തെ ഇന്റലിജൻസിന്റെ റിപ്പോർട്ടിനെ കുറിച്ച് പി ആർ സുനിൽ പറഞ്ഞു. 76+19 എന്നുള്ളതാണ് ഇന്റലിജൻസിന്റെ റിപ്പോർട്ട്. അതിൽ 76+8 അല്ലെങ്കിൽ 9 എന്നുള്ളതാണ്. അങ്ങനെ വന്നാൽ 75 സീറ്റ്സ് ഫോർ LDF എന്നുള്ളതാണ് ഇന്റലിജൻസിന്റെ കണക്ക്. 66+90 66+19 ആണ്. 76 അല്ല, 66+19 എന്നുള്ളതാണ്. അതിൽ പകുതി വന്നാൽ ഏകദേശം 19ന്റെ പകുതി LDFിനോടൊപ്പം വന്നാൽ 8 സീറ്റുകൾ 66+8 74 75 സീറ്റുകൾ വരെ LDFിന് കിട്ടാം എന്നുള്ളതാണ്. അഥവാ അതല്ലാത്ത വിധത്തിൽ ഒരു സ്വീപ്പ് ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. സ്വീപ്പ് ഇല്ല എന്ന് പറയുന്ന കാര്യമുണ്ട്. ചില മണ്ഡലങ്ങളിലൊക്കെ നോക്കൂ. ഇപ്പം നമ്മൾ നേരത്തെ കടുത്തുരുത്തി നോക്കി. കടുത്തുരുത്തിയിൽ 66-67% അങ്ങാണ്ടേ ഉള്ളൂ. ഒരു സ്വീപ്പ് ഉണ്ടാകുന്ന തരത്തിലൊരു ട്രെൻഡ് ചില മണ്ഡലങ്ങളിലില്ല. അതായത് ആ ഫൈറ്റ് ഉണ്ടെങ്കിലും അങ്ങനെ ശ്രദ്ധയാകർഷിക്കാതെ പോയ ചില മണ്ഡലങ്ങളിൽ ആ വേവ് നമുക്ക് പ്രകടമേ അല്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു വളരെ ക്ലീൻ സ്വീപ്പ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു തരംഗം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കണക്കുകളിൽ തെളിയുന്നത്. ഇനി നാളെ കഴിയുമ്പോഴാണ് ഇതിൻ്റെ അന്തിമ ചിത്രം പുറത്തു വരികയുള്ളൂ. ഇതുവരെ നമുക്ക് മനസ്സിലാവുന്നതനുസരിച്ച് കൃത്യമായി കേഡർ വോട്ടുകൾ അത് ലീഗിനെ സംബന്ധിച്ചും CPM-നെ സംബന്ധിച്ചും ഒരു പരിധിവരെ BJP-യെ സംബന്ധിച്ചും വോട്ട് പെട്ടിയിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഭരണവിരുദ്ധ വികാരമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ റിപ്പീറ്റ്, ഭരണവിരുദ്ധ വികാരത്തെ തടഞ്ഞു നിർത്തിയ MLA-മാരുടെ ജനപ്രിയത വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. അത് ഓരോ മണ്ഡലങ്ങളിലും പ്രതിഫലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നല്ല MLA-മാരുള്ള മണ്ഡലങ്ങളിൽ ജനം അവർക്ക് വേണ്ടി വിധി എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്റലിജൻസ് റിപ്പോർട്ട് ശരിവയ്ക്കുന്ന ഒരു വിധിയായിരിക്കും ഒരുപക്ഷെ പുറത്തു വരാൻ സാധ്യതയുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്രയാണ് 4 പോയിന്റ് ഉള്ളത്. എനിക്കതിലൊരു കാര്യം പറയാനുണ്ട്. ഇപ്പൊ നോക്കൂ, ഇപ്പൊ കഴിഞ്ഞ തവണ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ആളുകളുടെ എണ്ണം എത്രയാണെന്നറിയാമോ? 2,09,00,000. ഇപ്പം നമ്മൾ ഈ പറയുന്ന തരംഗം എന്ന് പറയുന്നത് ശതമാനക്കണക്കിൽ വെച്ച് മാത്രം അതൊരു ഫാക്ടറാണ്, അതിൽ സംശയമില്ല. ശതമാനക്കണക്കിൽ വെച്ച് മാത്രം ഒരു തരത്തിലും തരംഗമുണ്ടോ ഇല്ലയോ എന്ന് ശാസ്ത്രീയമായി പറയാൻ കഴിയില്ല. ഈ 2,09,00,000 ആളുകൾ തന്നെയാണ് വോട്ട് ചെയ്തത് എന്നിരിക്കും. ഇപ്പൊ നോക്കൂ, 2001 UDF-ന്റെ സീറ്റ് എത്രയാ? 100 സീറ്റാ. അപ്പൊ അവിടെ നിന്ന് 2026 വരുമ്പം എത്രയാണ് കുറഞ്ഞത്? ആ സെയിം വോട്ട് പെർസെന്റ് ആണ് നമ്മൾ കണക്കിലെടുക്കുന്നത്. എന്നിരുന്നാൽ പോലും സ്വിംഗ് മനസ്ഥിതിയുള്ള മനുഷ്യന്മാരുണ്ട്. അപ്പോൾ അവർക്ക് ഈ പറയുന്ന കേഡർ വോട്ടുകൾക്കപ്പുറത്ത് LDF-നോ UDF-നോ മുന്നണികൾക്ക് അനുകൂലമായി വോട്ട് ചെയ്യണം എന്ന നിർബന്ധ ബുദ്ധി ഇല്ലാത്ത മനുഷ്യരാണ് കേരളത്തിൽ എല്ലാ കാലത്തും ഒരു ഭരണം നിശ്ചയിച്ചിരിക്കുന്നത്. ഇത് ഒരു തരംഗത്തിന്റെ ഭാഗമായി മാറാം. അല്ല, അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2008 മണ്ഡല പുനർനിർണയത്തിന് ശേഷം കേരളത്തിന്റെ മണ്ഡലത്തിന്റെ രാഷ്ട്രീയ സ്വഭാവം മാറി. അത് ശരിയാണ്. എന്താ രാഷ്ട്രീയ സ്വഭാവം മാറിയത്? 100 സീറ്റ് UDF-ന് കിട്ടുന്ന സാഹചര്യം മാറി. അവിടെ നിന്ന് ഡിക്ലൈനിങ് ആണ്. അവിടെ പകരം 60 മുതൽ 65 സീറ്റുകൾ വരെ LDF-ന് നാച്ചുറലായി കിട്ടും. അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അത് മുഴുവനും കേഡർ വോട്ടല്ല. അല്ലല്ല, ആ 65 സീറ്റുകളുടെ രാഷ്ട്രീയ സ്വഭാവം മാറുന്നത് എന്തുകൊണ്ടാണ്? അവിടെ CPM-ന് ഇടതുപക്ഷത്തിന് കേഡർ വോട്ട് വളരെ കൺവീനിയന്റ് ആയ തരത്തിലുണ്ട്. പക്ഷെ അവിടെ സ്വിംഗ് വോട്ടുകളുമുണ്ട്. സ്വിംഗ് വോട്ട് ഡെഫിനറ്റ്ലി ഉണ്ടാവും. ഞാൻ പറഞ്ഞത് 19 മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 26 മണ്ഡലങ്ങൾ അല്ല, 19 മണ്ഡലങ്ങൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു അതിനകത്ത് സ്വിംഗ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പൊ തിരുവനന്തപുരത്തിന്റെ കാര്യം എങ്ങനെയാണ്? തിരുവനന്തപുരത്ത് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന മണ്ഡലങ്ങളാണ് കാട്ടാക്കട, കഴക്കൂട്ടം. പ്രതീക്ഷിക്കാൻ പറ്റുമോ കോൺഗ്രസിന്? പണ്ട് കഴക്കൂട്ടം മണ്ഡലം കോൺഗ്രസിന്റെ മണ്ഡലമായിരുന്നു. വാഹിദ് ജയിച്ചു വന്ന മണ്ഡലം. 3 തവണ കഴക്കൂട്ടം വാഹിദ് ജയിച്ചു വന്ന മണ്ഡലം. നേമം കോൺഗ്രസിന് പ്രതീക്ഷിക്കാൻ പറ്റൂ? നേമത്ത് ആരാ ജയിച്ചു വന്നത്? ശക്തൻ ജയിച്ച മണ്ഡലമല്ലേ? ആ മണ്ഡലത്തിലാണ്. പക്ഷേ അതിന് വേറൊരു കാര്യമുണ്ട്. ഈ കഴക്കൂട്ടവും നേമവും അടക്കമുള്ള മണ്ഡലം അതാണ് സ്വഭാവം മാറി. ഇപ്പോൾ ആർക്കും ഉറപ്പിച്ചു പറയാൻ പറ്റില്ല നേമത്ത് ആര് ജയിക്കുമെന്ന്. മത്സരം എന്താ? മത്സരം തുടങ്ങുമ്പോൾ തന്നെ LDF NDA എന്ന മട്ടിലായിരുന്നു. അങ്ങനെ വന്നു. പക്ഷെ അവർക്ക് രണ്ടുപേർക്കും ഉറപ്പിച്ചു വെക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ ഈ രാഷ്ട്രീയ സ്വഭാവത്തിനപ്പുറത്ത് ശാസ്ത്രീയമായി ഒരു മിനിറ്റ്, ഈ രാഷ്ട്രീയ സ്വഭാവത്തിനപ്പുറത്ത് ശാസ്ത്രീയമായി
പെർസെന്റേജ് വർദ്ധിച്ചു എന്നത് മാത്രം തരംഗമുണ്ടോ ഇല്ലയോ എന്ന് പ്രഖ്യാപിക്കാൻ പറ്റുന്ന ഒരു കാരണമല്ല. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. നിങ്ങൾക്ക് ശതമാനം വെച്ചുകൊണ്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് 2021 കണ്ടത്, 2016 കണ്ടത്. വോട്ട് കൂടിയപ്പോഴും LDF, വോട്ട് കുറഞ്ഞപ്പോഴും LDF. ഈ മണ്ഡല പുനർനിർണയ സാഹചര്യം ഒക്കെ ശേഷമാണല്ലോ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേരത്തെ. അല്ല, അവിടെ ഒരു പ്രശ്നം ഉണ്ടായെന്ന് അറിയോ? അവിടെ BJPയുടെ വളർച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നു. ആ BJPയുടെ വളർച്ച യഥാർത്ഥത്തിൽ കൊണ്ടുപോയ വോട്ടുകളിൽ സിംഹഭാഗവും ആരുടേതാ? കോൺഗ്രസിന്റേതാ. മാത്രമല്ല മണ്ഡല പുനർനിർണയം നിയമസഭാ മണ്ഡലത്തിന്റെ പാറ്റേണിനെയാണ് മാറ്റിമറിച്ചത്. നിയമസഭാ വോട്ടിന്റെ പാറ്റേണിനെയാണ് മാറ്റിമറിച്ചത്. ഇനിയിപ്പോ സംഭവിക്കാൻ പോകുന്നത് എന്താ? ഇനി BJP വളരണമെന്നുണ്ടെങ്കിൽ ആരുടെ വോട്ട് എടുക്കണം? കോൺഗ്രസിന്റെ കിട്ടാവുന്ന വോട്ട് കുറെ കിട്ടി. ഇനി CPMന്റെയോ CPയുടെ വോട്ടുകളിലാണ് BJPയുടെ വളർച്ച. അതാണ് BJPയുടെ വളർച്ചയുടെ രണ്ടാം ഘട്ടം. കേരളത്തിൽ ആദ്യഘട്ടം കഴിഞ്ഞു. സെക്കൻഡ് ഫേസ് ആണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. അതിന്റെ റിസൾട്ടാണ് യഥാർത്ഥത്തിൽ നമ്മളൊരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ ഇതിലിപ്പോ BJPയുടെ പോളിംഗ് ശതമാനം കുറയുകയാണെങ്കിൽ, അവർക്ക് കിട്ടുന്ന വോട്ട് ഷെയറിന്റെ ശതമാനം കുറയുകയാണെങ്കിൽ അത് അല്ല, അത് ആർക്കാണ് അത് ഗുണം ചെയ്യുക? കോൺഗ്രസിനാണ്. UDF എന്നുള്ളതിനപ്പുറത്ത് കോൺഗ്രസിനാണ്. അത് വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ വലിയ തോതിൽ അത് BJPക്കാരായവരല്ല കേട്ടോ. BJPക്ക് വോട്ട് അനുഭാവം മനസ്സിലാക്കി. വട്ടിയൂർക്കാവ് മണ്ഡലം അതുകൊണ്ട് തന്നെ പ്രവചനാതീതമാണ്. ആ നിലയ്ക്ക്